യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ എഫീസ്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുമാണ് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ വചനഭാഗങ്ങൾ ഓരോന്നും വളരെ അനുഗ്രഹപ്രദമായി തീരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വെളിച്ചത്തിന്റെ ഫലം എന്താണ് എന്നുള്ള വിഷയമായിരുന്നു. വളരെ വ്യക്തമായി എഫീസ്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നിന്നും സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം എന്നുള്ള ആ ഒരു വാക്യത്തിൽ നിന്നും നമ്മൾ ധ്യാനിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. സകല സൽഗുണവും നീതിയും, അടുത്തതായിട്ട് സത്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യം എന്നുള്ളതായ കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ അറിവുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു സത്യം പറയുന്നതിന്റെ വില എന്താണ് എന്നുള്ളത്. എന്നാൽ പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ തെറ്റുകളിൽ നിന്നും ഒളിച്ചോടുവാൻ അവൻ സത്യത്തിന് വിപരീതമായ ഭോഷ്ക് സംസാരിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൽ കടന്നു വരുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യം മാത്രമേ സംസാരിക്കാവൂ. നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്ന ആ സത്യത്തിന്റെ മീനിങ് അല്ല വിശുദ്ധ വേദപുസ്തകം സത്യത്തെക്കുറിച്ച് കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ സത്യമെന്നുള്ള ആ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവമാണ് സകല സത്യങ്ങളുടെയും ഉറവിടമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു പിശാചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ് എന്നാണ്. അതായത് ഭോഷ്ക് എപ്പോഴും കടന്നു വരുന്നത് പിശാചിൽ നിന്നുമാണ്. അപ്പോൾ നമുക്ക് ഇപ്രകാരം ഈ ഒരു വിഷയത്തെ സംക്ഷിപ്തമാക്കുവാൻ കഴിയും. സത്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവവും ഭോഷ്കിന്റെ ഉറവിടം എന്ന് പറയുന്നത് പിശാചുമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം നമ്മൾ സത്യം സത്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ധാരാളമായി കാണാറുണ്ട്. കാരണം അത് ദൈവത്തിൽ നിന്നും പുറപ്പെടുന്നതാണ്. ഒരു വ്യക്തി വെളിച്ചത്തിൽ വസിക്കുന്നു എങ്കിൽ, അതായത് ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മയിൽ വസിക്കുന്നെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും പുറപ്പെടേണ്ടത് സത്യമാണ്. ദൈവവചനത്തെ സത്യമായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ സത്യം അരക്കെട്ടായിട്ടും അതേപോലെ തന്നെ സത്യം നമ്മൾ ധരിക്കണമെന്നും വളരെ വ്യക്തമായി കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ താൻ അവകാശമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവിടെ ആ സത്യം ഒഴിവാക്കപ്പെടുന്നില്ല. മറിച്ച് കർത്താവ് യേശുക്രിസ്തു തന്റെ അവകാശവാദത്തിൽ ഞാൻ സത്യമാണ് എന്ന് പറയുന്നു. കുറച്ചുകൂടെ നമ്മൾ ഇറങ്ങി പറഞ്ഞാൽ ജീസസ് ഈസ് ദ എംബോഡിമെന്റ് ഓഫ് ദ ട്രൂത്ത്. അവൻ സത്യത്തിന്റെ മൂർത്തിഭാവമാണ്. യേശുക്രിസ്തു ആ ഒരു ഭാവം ധരിച്ചവനായിരുന്നു. അവനിൽ ഒരിക്കൽ പോലും ഭോഷ്ക് ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിലേക്ക് അഥവാ വെളിച്ചത്തിലേക്ക് വന്നതായ ഒരു വ്യക്തി. അവൻ യേശുക്രിസ്തു സത്യത്തിന്റെ ഉറവിടമായതുപോലെ ആ വ്യക്തിയും സത്യത്തിന്റെ ഉറവിടമായി തീരേണ്ടതായിട്ടുണ്ട്. ധാരാളം ആഴമുള്ളതായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഏതാനും ചില വാക്യങ്ങൾ നമ്മൾ ഇത് സംബന്ധിച്ച് വായിക്കുന്നുണ്ട്. അതിനായി നമുക്ക് ഈ എഫീസ്യർ ലേഖനം തന്നെ നമ്മൾ മുമ്പ് ചിന്തിച്ചതായ ഒരു വാക്യമാണ്. 4-ാം അധ്യായം 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയായിത്തീരും. അപ്പോൾ നമ്മുടെ വളർച്ചയിൽ, ആത്മീയ വളർച്ചയിൽ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൽ എന്താണോ നാം അത് സംസാരിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ആ സത്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അസത്യമോ ഭോഷ്കുമല്ല സംസാരിക്കുന്നത്. സത്യം എപ്പോഴും ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ്. ഒരു വ്യക്തിയോട് നമ്മൾ വചനം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ സാധാരണ കാഷ്വലായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ദൈവവചന അനുസൃതമായി നമ്മൾ സംസാരിക്കുമെങ്കിൽ അത് സത്യമായിരിക്കും. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നാം ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സത്യമായ ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ സത്യം സംസാരിക്കുന്നവരിലൂടെയാണ് ദൈവം ലോകത്തെ
പ്രകാശിതമാക്കി തീർക്കുന്നത്. ഇങ്ങനെ സത്യം സംസാരിക്കുന്നതിലൂടെയാണ് നമ്മൾ ലോകത്തെ രുചിയുള്ളതാക്കി മാറ്റുന്നത്. ഒരു ഉപ്പ് ചെയ്യുന്നത് പോലെ നമ്മൾ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണമായി തീരുകയും ചെയ്യും. ഈ എഫേസ്യ ലേഖനം തന്നെ 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പോൾ ഭോഷ്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ ഭോഷ്ക് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും വരാത്ത ഏത് കാര്യവും ഭോഷ്കാണ്. നമ്മൾ അത് കള്ളമെന്ന് തോന്നുന്നതായ ആ ഒരു ലക്ഷണം ഇല്ലെങ്കിലും ദൈവവചന അനുസൃതമല്ലാത്ത ഏതൊരു കാര്യവും ഭോഷ്കാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ തന്നെ ദൈവവചനത്തിന്റെ ആ അന്തസത്തയിൽ നമ്മൾ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നാം തമ്മിൽ അവയവങ്ങളാണ്. കാരണം നാം തമ്മിൽ അവയവങ്ങളാണല്ലോ എന്ന് ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നാം തമ്മിൽ അവയവങ്ങളാണെങ്കിൽ ഒരു ശരീരത്തിന്റെ പ്രവൃത്തിക്ക് അവയവങ്ങളുടെ കോർഡിനേഷൻ വളരെ ആവശ്യമാണ്. ഒരു വ്യക്തിയോട് നമ്മൾ ഭോഷ്ക് സംസാരിച്ചാൽ നമ്മൾ ആ വ്യക്തിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഒന്നിനെ നശിപ്പിക്കാനല്ല നോക്കേണ്ടത്, ആ ഒന്നിനെ വളരെ ആരോഗ്യത്തോടുകൂടെ സംരക്ഷിക്കുവാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയ്ക്ക് അതിനെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സത്യം നമ്മെ വളർച്ചയിലേക്ക് കൊണ്ടുവരിക. അവിടെ സത്യം നമ്മൾ ഉപേക്ഷിച്ച് ഭോഷ്ക് സംസാരിച്ചാൽ നമ്മളിൽ തന്നെ വലിയൊരു നാശമാണ് ചെയ്യുന്നത്. ഇപ്രകാരം ഭോഷ്ക് നമ്മൾ സംസാരിച്ചാൽ തീർച്ചയായിട്ടും എപ്പോഴും നാമും ദൈവം തമ്മിലുള്ള ഒരു സംഘർഷത്തിന് അത് ഇടയാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വെളിച്ചത്തിൽ നാം യഥാർത്ഥമായി വസിച്ചാൽ നമ്മളിൽ സത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ വെളിച്ചത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഈ വെളിച്ചത്തിന്റെ ഫലം നമ്മളിൽ ഉണ്ടെങ്കിൽ ഉറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ വെളിച്ചത്തിലാണ് വസിക്കുന്നത്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. വെളിച്ചത്തിന്റെ ഫലമായ സത്യം ഞങ്ങളിൽ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യത ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യമായതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വാസ്തവമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കുന്നതായ അനുഭവം, ആ വെളിച്ചത്തിൽ വസിക്കുന്നതായ, ജീവിക്കുന്നതായ, നടക്കുന്നതായ അനുഭവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.